ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന വേളയിൽ ഇന്ത്യക്ക് എതിരായി തിരിഞ്ഞ 3 രാജ്യങ്ങളായിരുന്നു തുർക്കിയും ബംഗ്ലാദേശും ചൈനയും. അതിനിടയിൽ ബംഗ്ലാദേശ് ഒപ്പിച്ച മറ്റൊരു പണിയായിരുന്നു ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ദിവസങ്ങളിൽ ചൈനയുടെ ചില ഉദ്യോഗസ്ഥരെ ഇന്ത്യയുടെ ചിക്കൻ നെക്കിന് സമീപമുള്ള ലാൽ മോനിർ ഹട്ട് എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ എത്തിക്കുകയും ആ വിമാനത്താവളം പുതുക്കി പണിയുന്നതിനുള്ള ഒരു ചൈനീസ് സഹായം നേടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു നീക്കം നടത്തുകയും ചെയ്തതായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലാൽ മോനിർ ഹട്ട് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ വിമാനത്താവളമാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് തകർന്നുപോയ വിമാനത്താവളമാണ്. അത് പുനരുദ്ധരിക്കാനുള്ള ഒരു പദ്ധതി യുനെസ് ആവിഷ്കരിക്കുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ചൈനയിൽ പോയിട്ട് ചൈനയോട് പറഞ്ഞത്, ഈ നിങ്ങൾ ഇവിടെ നിന്നൊരു ഇടനാഴി, അതായത് നമ്മുടെ ചിക്കൻ നെക്ക്, അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഏക പ്രവേശന കവാടമായ ചിക്കൻ നെക്കിനെ വളഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് എതിരെ ഒരു ഭീഷണിയായിരുന്നു യുനെസ് മുഴക്കിയിരുന്നത്. ഏതായാലും ലാൽ മോനിർ ഹട്ട് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള രംഗ്പൂർ ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിമാനത്താവളമാണ്. ഇവിടെയാണ് ചൈനീസ് ഉദ്യോഗസ്ഥർ എത്തിയതായിട്ടുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ വമ്പൻ തിരിച്ചടി തന്നെ നൽകി തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇതിന് ബദലായിക്കൊണ്ട്, കാരണം ഇതുവരെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നാളിതുവരെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം വലിയ വികസനങ്ങളോ റോഡുകളോ ഒന്നും നടന്നിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് അവിടെ വലിയ രീതിയിലുള്ള റോഡുകളും വികസനങ്ങളും വന്നു തുടങ്ങിയത്. ഇപ്പോഴിതാ 167 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന അതിവേഗ ഹൈവേയുടെ പണി പുരോഗമിക്കുന്നു. 22,000 കോടി രൂപ അതിനായി മോദി സർക്കാർ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അതിവേഗമാണ് ഇതിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഹൈവേയുടെ പണി പൂർത്തിയായി കഴിയുമ്പോൾ, മേഘാലയ ആസാം പാതയാണ് ഇത് പൂർത്തിയായി കഴിയുമ്പോൾ മ്യാൻമാർ വഴി ഒരു മാരിടൈം തുറക്കും. അപ്പോൾ ഈ ചിക്കൻ നെക്കിനെ ആശ്രയിക്കാതെ തന്നെ ചിക്കൻ നെക്കിന് ബദലായി കൊണ്ട് മറ്റൊരു പാത എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഒരു സ്വപ്നം. അതിനുള്ള പണികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ പണികൾ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 22,000 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് 167 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു ഹൈവേ, ഈ ഹൈവേ ഷില്ലോങ്ങിൽ നിന്ന് ആരംഭിച്ച മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ കടന്ന് ആസാമിന്റെ സിൽച്ചറിൽ അവസാനിക്കും. അവിടെ നിന്ന് മ്യാൻമാർ വഴി കടന്ന് അവരുടെ ആ പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്നും ഒരു കപ്പൽ ഗതാഗതം, ഒരു മാരിടൈം റൂട്ട് കൂടി അവിടെ നിന്ന് ക്ലിയർ ആകുകയാണ്. ഇതോടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഏക പ്രവേശന കവാടമാണ്, അതിന് തങ്ങളൊരു ഭീഷണിയാണ് എന്ന് ബംഗ്ലാദേശിന്റെ വിരട്ടൽ ഇനി വിലപ്പോകില്ല. പശ്ചിമ ബംഗാളിലെ സിലിഗുരി അഥവാ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് നമ്മുടെ സൈന്യവും ഒപ്പം തന്നെ നമ്മളുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ആശ്രയിക്കുന്ന പ്രധാന ഒരു കവാടം തന്നെയാണ്. അതിന് ബദലായിക്കൊണ്ട് മറ്റൊരു കവാടം കൂടി ഇന്ത്യ പണിതുയർത്തുമ്പോൾ ഈ ഒരു ചിക്കൻ നെക്ക് കാട്ടി വിരട്ടാൻ കഴിയില്ല. മാത്രവുമല്ല, ഇത് കൂടുതൽ സംഘർഷാവസ്ഥ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു നടപടി, ബംഗ്ലാദേശിന്റെ ചരക്കുകൾ ഇന്ത്യൻ തുറമുഖങ്ങളും വിമാനത്താവളങ്ങൾ വഴി കൊണ്ടുപോകുന്നതിന്റെ നിരോധനം നീട്ടുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് വാണിജ്യ മന്ത്രാലയം പറയുന്നത്, ഞങ്ങൾ ചില ഇളവുകൾ നൽകിയിരുന്നു ബംഗ്ലാദേശിന്, ആ ഇളവുകളിലൂടെയാണ് അത് കൊണ്ടുപോയത്. പക്ഷെ ഇനിയിപ്പോൾ ആ ഇളവുകൾ നൽകാൻ കഴിയില്ല. പരസ്പര ധാരണയോടുകൂടി രണ്ടു കൂട്ടർക്കും പ്രയോജനകരമായ രീതിയിലാണ് എങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ പരിഗണിച്ചേക്കും എന്നും പറയുന്നു. ഏതായാലും ഇനി ചിക്കൻ നെക്ക് കാട്ടി വരട്ടാൻ കഴിയില്ല. കാരണം ചിക്കൻ നെക്കിന് ബദലായി ഇന്ത്യ പുതിയ പാത കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ യുനെസ് നടത്തുന്ന നീക്കങ്ങളിൽ ഇന്ത്യ കടുത്ത ജാഗ്രതയിലാണ്. കാരണം ഈ വിമാനത്താവളം പാകിസ്ഥാന്റെ പക്കലേക്ക് എത്താനുള്ള സാധ്യതകളും ഇന്ത്യ തള്ളിക്കളയുന്നില്ല. ഏതായാലും തുർക്കിക്കും അസർബൈജാനും ശേഷം ഇന്ത്യക്ക് എതിരായി നിലകൊണ്ട് പാകിസ്ഥാനെ പിന്തുണച്ച ബംഗ്ലാദേശിലേക്കും ഇന്ത്യ തിരിയുന്നു. ബംഗ്ലാദേശിനും പണി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.